നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വന്തം. അക്ഷരാർത്ഥത്തിൽ RCB ഓറഞ്ച് ജ്യൂസ് അടിച്ചു. IPL 2026 ഉദ്ഘാടന മത്സരത്തിൽ പൊളിച്ചടുക്കിയ പ്രകടനം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, RCBക്ക് ജോഷ് ഹേസൽവുഡ് ഇല്ല എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാക്കിയില്ല. എന്നാൽ പാറ്റ് കമിൻസ് ഇല്ല എന്നുള്ളത് SRHന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. നോ ജോഷ് ഹേസൽവുഡ്, നോ പ്രോബ്ലം ഫോർ RCB, ബട്ട് നോ പാറ്റ് കമിൻസ്, പ്ലെൻറ്റി ഓഫ് പ്രോബ്ലംസ് ഫോർ SRH എന്നുള്ളതാണ് വസ്തുത. ഈ കളിയിലെ ഹീറോകൾ ആരാണ്? എന്താ സംശയം? ദേവദത്ത് പടിക്കലും ജേക്കബ് ഡഫിയും പിന്നെ വിരാട് കോഹ്ലിയുമാണ്. മറുഭാഗത്ത് ഇഷാൻ കിഷൻ തൻ്റെ വേൾഡ് കപ്പിലെ ഫോം അതുപോലെ തന്നെ തുടർന്നു. പക്ഷെ അതുകൊണ്ടാവുമായിരുന്നില്ല RCBയെ പിടിക്കാൻ. പ്രത്യേകിച്ച് SRHൻ്റെ ബൗളിങ് വലിയ രൂപത്തിൽ പ്രശ്നമാണ്. പാറ്റ് കമിൻസിൻ്റെ മടങ്ങിയ വരവ് അവർക്ക് അത്യാവശ്യമാണ്. നോക്കാം നമുക്ക് എന്താ സംഭവിച്ചത് എന്ന്. ഓരോ മത്സരങ്ങൾ കഴിഞ്ഞാലും വിശദമായ റിവ്യൂവുമായിട്ട് നമ്മളെത്തും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ ക്രിക്കറ്റ് നിരീക്ഷണങ്ങളും അതുപോലെ ക്രിക്കറ്റ് എക്സ്പേർട്ടുകളുടെ വിശകലനങ്ങളും ഒക്കെ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്തുകൊണ്ട് അവതരിപ്പിക്കുന്നതാണ് റാഫ് ടോക്സിൻ്റെ റിവ്യൂസ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. കളിയിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ടോസ് ലഭിച്ച RCB ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത SRH നിശ്ചിത 20 ഓവറുകളിൽ 9 വിക്കറ്റിന് 201 റൺസ് അടിച്ചപ്പോൾ ആ പിച്ചിൽ അത് മതിയാവുമായിരുന്നില്ല എന്നുള്ളത് വ്യക്തമായിരുന്നു. എന്നാൽ RCB അതിവേഗം ഞെട്ടിച്ചു എന്ന് തന്നെ പറയണം. 15.4 ഓവറുകളിൽ വെറും 4 വിക്കറ്റ് നഷ്ടത്തിൽ അവർ 203 കുതിച്ചെത്തി. അതായത് 26 പന്തുകൾ ശേഷിക്കെ അവർ 6 വിക്കറ്റിൻ്റെ ഗംഭീര വിജയം തന്നെ സ്വന്തമാക്കി തങ്ങളുടെ ടൈറ്റിൽ ഡിഫൻസ് അതിമനോഹരമായിട്ട് ആധികാരികമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. കളിയിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് വേണ്ടി കോഹ്ലിയുടെ 69 നോട്ട് ഔട്ട്, പടിക്കലിൻ്റെ 61, സൺറൈസേഴ്സിൻ്റെ ഭാഗത്ത് എടുത്തു പറയാനുള്ളത് ഇഷാൻ കിഷൻ്റെ 80 പിന്നെ അനികേതിൻ്റെ 43 കിടിലൻ ബാറ്റിംഗ് ആയിരുന്നു. ജേക്കബ് ഡഫിയുടെ 22 റൺസിന് 3 വിക്കറ്റ് എടുത്തത് RCBക്ക് നിർണായകമായി. ഡഫിയുടെ അരങ്ങേറ്റമായിരുന്നു. അദ്ദേഹമാണ് തുടക്കത്തിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചത്. ഒരു തരത്തിലുള്ള നെർവസ്നെസ്സും ഇല്ല. IPLലെ ഡെബ്യൂ ആണ് എന്ന തരത്തിലുള്ള ഒരു നെർവസ്നെസ്സും ഇല്ലാതെ പന്തെറിഞ്ഞു അദ്ദേഹം. മനോഹരമായിട്ട് 4 ഓവറുകളിൽ 22 റൺസിന് 3 വിക്കറ്റ് എടുത്തു. അതിൽ അഭിഷേക് ശർമ്മയുടെയും ട്രാവിസ് ഹെഡിൻ്റെയും ഒക്കെ വിക്കറ്റ് ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ SRHൻ്റെ പ്രതീക്ഷകൾക്ക് ഭംഗം വരുത്തിയത് അദ്ദേഹമാണ്. പിന്നെ ദേവദത്ത് പടിക്കലിൻ്റെ മനോഹരമായിട്ടുള്ള ഇന്നിങ്സ് RCBക്ക് കാര്യങ്ങൾ കരുത്തേകി. 26 പന്തിൽ നിന്ന് 61 റൺസ്. വിരാട് കോഹ്ലി അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ തന്നെ ബാറ്റ് വീശി ചേസ് മാസ്റ്റർ തൻ്റെ മനോഹരമായിട്ടുള്ള അർദ്ധ സെഞ്ചുറി കൂടി പൂർത്തിയാക്കി വിജയത്തിലേക്ക് കൊണ്ടുപോയി. 26 പന്തുകൾ ശേഷിക്കെ വിജയം വന്നു. ഇഷാൻ കിഷൻ്റെ പ്രകടനം പറയണം. 38 പന്തിൽ നിന്ന് 80 റൺസാണ് അദ്ദേഹം അടിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഫിൽ സാൾട്ട് എടുത്ത ക്യാച്ച്, അത് സംതിങ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. ഡഫിയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ ജോഷ് ഹേസൽവുഡ് ഇല്ലാത്തത് കൊണ്ട് പ്ലേയിങ് ലെവലിൽ അവസരം ലഭിച്ചതാണ്. അദ്ദേഹം അത് പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തി. ആ ഉപയോഗപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണ് തുടക്കത്തിലെ വിക്കറ്റുകൾ SRHന് നഷ്ടമായി പോയത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃത്യമായിട്ട് ഹാർഡ് ലെങ്ത്തിൽ പന്തെറിഞ്ഞുകൊണ്ടിരുന്നു. അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയപ്പോൾ വിക്കറ്റുകൾ വീണു. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡുമൊക്കെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാതെ മടങ്ങിപ്പോകുന്നു. നിതീഷ് കുമാർ റെഡ്ഡി അവരുടെ അടുത്ത ബാറ്റർ, അദ്ദേഹവും ഫെയിലാവുന്നു. അങ്ങനെ 29 റൺസ് ആകുമ്പോഴേക്കും 3 വിക്കറ്റുകൾ വീണ് തകർന്നടിഞ്ഞു പോയിരുന്നു SRH. ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ഹെൻറിക് ക്ലാസനും അതുപോലെ ഇഷാൻ കിഷനും ചേർന്നുള്ള കൂട്ടുകെട്ട്. ഇഷാൻ കിഷൻ ഒന്നും ഒരു പ്രശ്നമല്ല. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിൻ്റെ ഒരു മുഖമുദ്ര. പാകിസ്ഥാനെതിരെ T20 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ മറ്റ് ബാറ്റർമാർ പരാജയപ്പെടുന്നിടത്ത് ഇഷാൻ കിഷൻ അടിച്ച അടിയാണ് പാകിസ്ഥാന് പണി കൊടുത്തത്. അതുപോലുള്ളൊരു ഇന്നിങ്സ് അദ്ദേഹം ഇവിടെ കളിച്ചു. ജേക്കബ് ഡഫിയുടെ സ്ട്രൈക്സിന് കൗണ്ടർ സ്ട്രൈക്കുമായിട്ട് വന്നു ഇഷാൻ കിഷൻ. 27 പന്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ 50 വന്നത്. സാധാരണ നമുക്കറിയാം, IPL ക്യാപ്റ്റൻസി കൂടി കിട്ടുമ്പോൾ ഇന്ത്യൻ ബാറ്റർമാരുടെ പലരുടെയും അഗ്രഷൻ കുറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല താനെന്ന് അദ്ദേഹം കൃത്യമായിട്ട് കാണിക്കുന്നു. തൽക്കാലത്തേക്ക് അദ്ദേഹം ക്യാപ്റ്റനായിരിക്കുകയാണല്ലോ. ബാറ്റ് കൊണ്ട് അദ്ദേഹം മിന്നി. വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ കുറേ ബൈസൊക്കെ വഴങ്ങുന്നത് നമ്മൾ കണ്ടു. അതൊരു നിരാശ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ബാറ്റ് കൊണ്ട് അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെ കളിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ അഭിനന്ദൻ സിംഗ് വന്നപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും T20 മോഡിലേക്ക് മാറുകയും മനോഹരമായിട്ട് കളിച്ചു. 13 പന്തുകളിൽ നിന്ന് 30 റൺസ്.
RCB പിന്നെ സ്പിൻ ബൗളേഴ്സിൻ്റെ സേവനത്തിലേക്ക് പോകുന്നു. ആഫ്റ്റർ ദാറ്റ് സ്ട്രാറ്റജിക് ടൈം ഔട്ട് കൃണാൽ പാണ്ഡ്യയും സുയാഷ് ശർമ്മ രണ്ടുപേരെയും ഇഷാൻ കിഷൻ നല്ല രൂപത്തിൽ തന്നെ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ അതിവേഗത്തിൽ അവർ ആക്സിലറേറ്റ് ചെയ്ത് പോകുന്നു. ഒരു ഭാഗത്ത് ക്ലാസനും ആ രൂപത്തിലേക്ക് മാറി തുടങ്ങുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് പോകുന്നത്. അതൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ക്യാച്ചാണ്. ബൗണ്ടറി ലൈനിൽ ഫിൽ സാൾട്ട് ക്യാച്ച് എടുക്കുമ്പോൾ ബൗണ്ടറി ക്യൂഷൻ ഇളകിയോ എന്നുള്ളതാണ് ചോദ്യം. തേർഡ് അമ്പയർ അത് കൃത്യമായ ആംഗിളിൽ എന്തുകൊണ്ട് നോക്കിയില്ല എന്ന ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് ബൗണ്ടറി ലൈനിൽ വെച്ച് പുറത്തു പോകുന്ന സമയത്ത് ഒഫീഷ്യലിനോട് തർക്കിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. ഏതായാലും അത് കോൺട്രവേഴ്സിയലായിട്ട് അവിടെ നിൽക്കുന്നു. ആ വിക്കറ്റ് കൂട്ടിയിട്ട് അവിടെ തുടർന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ 220, 230 ഒക്കെ വന്നേനെ എന്ന് പറയുന്നവരുണ്ടാവും. ഏതായാലും അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് പോയതിന് ശേഷം അനികേത് വർമ്മയുടെ ഒരു ക്യാമിയോ, അദ്ദേഹവും ഒരു സൂപ്പർ ഇന്നിങ്സാണ്. 18 പന്തുകൾ ഫേസ് ചെയ്തു, അതിൽ 7 ബൗണ്ടറിയിലേക്ക് ഡിസപ്പിയർ ചെയ്തു എന്ന് നോക്കണം. അനികേതിൻ്റെ ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ പവർ മാത്രമായിരുന്നില്ല, കൃത്യമായിട്ട് ബോൾ നോക്കിയുള്ള ചില ഷോട്ടുകൾ ഒക്കെ അദ്ദേഹം കളിക്കുകയും ചെയ്തു. ഒടുവിൽ സെക്കൻഡ് ലാസ്റ്റ് ഓവറിലാണ് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് വീഴുന്നത്. അത് വീണതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 10-12 റൺസെങ്കിലും SRHന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹെൻറി ക്ലാസൻ്റെ ഇന്നിങ്സ് 31 റൺസായിരുന്നെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡി 38 പന്തിൽ നിന്ന് 80 റൺസായിരുന്നെങ്കിൽ 18 പന്തിൽ നിന്ന് 3 4 4 6 അടക്കം 43 റൺസാണ് അനികേത് വർമ്മ അടിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ സംഭാവനയാണ് യഥാർത്ഥത്തിൽ SRHനെ 200 കടത്തിവിട്ടത്. SRHൻ്റെ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നാണ് അവർക്ക് തിരിച്ചടിയായിരുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം ഈ രൂപത്തിലൊരു കമിയോ കളിച്ച് ടീമിനെ 200 കടത്തിവിട്ടു. മറുപടി ബാറ്റിങ്ങോ ശരിക്കും പറഞ്ഞാൽ RCB ക്രൂയിസ് ചെയ്യുകയായിരുന്നു. ഫിൽസാൾട്ടിൻ്റെ വിക്കറ്റ് പോയി തുടക്കത്തിൽ, ജയദേവ് ഉനഡ്കട് സ്ട്രൈക്ക് ചെയ്തു. പക്ഷേ അവിടെ നിന്ന് കോഹ്ലിയുടെ പ്ലാനിനെ പോലും മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ ദേവദത്ത് പടിക്കലിൻ്റെ ഒരു ഇന്നിങ്സ് ഉണ്ട്. പലരും വെങ്കിടേഷ് അയ്യരെ കളിപ്പിക്കണം ദേവദത്ത് പടിക്കലിന് പകരം എന്ന രൂപത്തിലൊക്കെ വാദങ്ങൾ ഉയർത്തിയിരുന്നു. പക്ഷേ സമീപകാലത്തെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ ദേവദത്ത് പടിക്കലിൻ്റെ ഒരു മികവുണ്ട്. അത് അദ്ദേഹം കൃത്യമായിട്ട് IPLലേക്ക് ട്രാൻസ്ഫോം ചെയ്തിരിക്കുകയാണ്. സോ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ആഞ്ഞടിച്ചു. 3 4ഉം 3 6ഉം അടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 11 പന്തുകൾ അദ്ദേഹം അങ്ങനെയാണ് സ്വീകരിച്ചത്. 3 4ഉം 3 6ഉം. അപ്പോൾ IPL അദ്ദേഹത്തിൻ്റെ ഫാസ്റ്റസ്റ്റ് അർദ്ധ സെഞ്ചുറി അവിടെ പിറക്കുന്നു. 21 പന്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി. കളിക്ക് ശേഷം കോഹ്ലി പറഞ്ഞു, എൻ്റെ പ്ലാന് വേറെയായിരുന്നു, ഞാൻ ആക്രമിക്കാൻ, അതായത് പവർ പ്ലേയിൽ SRHൻ്റെ ബൗളർമാരെ ആക്രമിക്കാൻ പ്ലാൻ ഇട്ടിരുന്നു. പക്ഷേ ദേവദത്ത് പടിക്കൽ അത് കൃത്യമായിട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ ആങ്കറിങ് റോളിലേക്ക് മാറി. അവനോട് ഞാൻ പറഞ്ഞു കീപ് ഗോയിങ്, കീപ് പുഷിങ് എന്ന് പറഞ്ഞു. അവൻ്റെ ആ ഒരു ഹെഡ് പൊസിഷനും സ്റ്റാൻസും അവൻ്റെ ബാറ്റിംഗ് പ്രകടനവും ഒക്കെ ട്രൂലി വേൾഡ് ക്ലാസ് ആണ് എന്നാണ് വിരാട് കോഹ്ലി പറഞ്ഞത്. അപ്പോൾ ഈ 2 പേര് ചേർന്നുകൊണ്ട് മനോഹരമായിട്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ പടിക്കൽ വീണതിന് ശേഷം വന്നിട്ട് ക്യാപ്റ്റൻ രജത് പട്ടീദാറിൻ്റെ അതേപോലെയുള്ളൊരു പ്രകടനം, ഒരു കമിയോ ആയിരുന്നു. 12 പന്തുകളെ നേരിട്ടുള്ളൂ, 2 4ഉം 3 6ഉം അടക്കം അദ്ദേഹവും 31 റൺസ് അടിച്ചു. അപ്പോൾ മറുഭാഗത്ത് വിരാട് കോഹ്ലിക്ക് കാര്യങ്ങൾ ആങ്കർ ചെയ്ത് കൊണ്ടുപോകേണ്ട ചുമതലയേ ഉണ്ടായിട്ടുള്ളൂ, അത് അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഇപ്പുറത്ത് പയ്യന്മാരെ അടിച്ച് തകർക്കുകയല്ലേ. പക്ഷേ കോഹ്ലിയെ മോശമാക്കിയില്ല. കോഹ്ലി 38 പന്തിൽ നിന്ന് 5 4ഉം 5 6ഉം അടക്കം 69 റൺസ് അടിച്ച് പുറത്താകുന്നു. ജിതേഷ് ശർമ്മ മാത്രമാണ് നിരാശപ്പെടുത്തിയത്. ഡെക്കായിരുന്നു അദ്ദേഹം. 10 പന്തിൽ നിന്ന് 16 റൺസ് അടിച്ച് ടിം ഡേവിഡും വിജയത്തിൻ്റെ സമയത്ത് കോഹ്ലിക്കൊപ്പം നിന്നു. ഏതായാലും ഗംഭീര വിജയം. ടൈറ്റിൽ ഡിഫൻസ് മനോഹരമായിട്ട് തുടങ്ങിയിരിക്കുകയാണ് RCB. ശരിക്കും പറഞ്ഞാൽ SRHനെ അവർ തകർത്ത് കളഞ്ഞു. ഓറഞ്ച് ജ്യൂസ് അടിച്ച് കുടിച്ചു, അതാ പറയാനുള്ളത്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.